ഹലോ എവരിവൺ. ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ? എൻ്റെ ഫ്രണ്ട് റാണി ടീച്ചർ തന്നതാണ്. ഈ ഫ്രൂട്ട് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നും അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നും എനിക്ക് തോന്നി. നമ്മുടെ തണ്ണിമത്തനും വെള്ളരിയും ഒക്കെ ഉൾപ്പെടുന്ന കുക്കർബിറ്റേസി കുടുംബത്തിൽപ്പെട്ട മെമോട്ടിക്ക കൊച്ചിൻ ചിനൻസിസ് എന്ന സസ്യത്തിൻ്റെ പഴമാണിത്. ഗാക്ക് ഫ്രൂട്ട് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉഷ്ണമേഖല മുന്തിരിവള്ളി. ആക്ച്വലി ഇതിൻ്റെ ഒറിജിൻ വിയറ്റ്നാമാണ്. ഇവൻ നിസ്സാരനല്ല കേട്ടോ. 1500 രൂപയാണ് കിലോയ്ക്ക് വില. റാണി ടീച്ചർ തൻ്റെ വീടിൻ്റെ ടെറസിലാണ് ഈ സസ്യം വളർത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മധുര സെൻറ് ജോസഫ് ഹൈസ്കൂളിലെ റിട്ടയേർഡ് ബയോളജി അധ്യാപികയാണ് ടീച്ചർ. ഗ്രീൻ കളർ അത് കഴിയുമ്പോൾ കുറേശ്ശെ കളർ ചേഞ്ചായി തുടങ്ങി. ഇവിടെ കണ്ടത് ലൈറ്റ് എല്ലാം ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓറഞ്ച് കളറാവും. ഓറഞ്ച് ഇതൊക്കെ ഓറഞ്ച് കഴിഞ്ഞിപ്പോൾ അത് ഇതാണ് ഇതിന് റെഡാവും. ലാസ്റ്റ് റെഡാവും. പിന്നെ ആളും പെണ്ണുണ്ട് ചെടി അറിയപ്പെടുന്ന മറ്റെല്ലാ പഴങ്ങളെയും പച്ചക്കറികളെയും അപേക്ഷിച്ച് കരോട്ടിനോയിഡുകളുടെ ഏറ്റവും സമ്പന്നമായ പ്രകൃതിദത്ത സ്രോതസ്സുകളിലൊന്നാണ് ഗാക്ക് ഫ്രൂട്ട്. പോഷകങ്ങളുടെ കലവറയായ ഇതിൽ ക്യാരറ്റിലുള്ളതിനേക്കാൾ 10 മടങ്ങ് ബീറ്റാ കരോട്ടിനും തക്കാളിയിലുള്ളതിനേക്കാൾ 12.5 മടങ്ങ് ഗ്ലൈക്കോപ്പിനും ഓറഞ്ചിലുള്ളതിനേക്കാൾ 40 മടങ്ങ് വിറ്റാമിൻ സിയും അടങ്ങിയിരിക്കുന്നു. ആൺപൂവും പെൺപൂവും വ്യത്യസ്ത സസ്യങ്ങൾ ഉണ്ടാകുന്ന ഇവയിൽ കൃത്രിമ പരാഗണം വഴി കൂടുതൽ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാം. ഇതിൻ്റെ സീഡിൽ നിന്ന് എടുക്കുന്ന എണ്ണയ്ക്ക് 20,000 രൂപയോളം വിലയുണ്ട്. ഗ്യാക്ക് വിത്തുകളിൽ ക്യാൻസർ വിരുദ്ധ ഘടകങ്ങളായ ട്രൈറ്റർപെനോയിഡുകളും സാപ്പോണിനുകളും അടങ്ങിയിട്ടുണ്ട്. ഇലയും പൂവും ഇളം കായും തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നു. പഴുത്ത പഴം ജ്യൂസ്, ഷേക്ക്, ഐസ്ക്രീം, ജാം എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ചൈന, വിയറ്റ്നാം മുതലായ ജന്മനാടുകളിൽ ഇത് ഭക്ഷണമായും പരമ്പരാഗത വൈദ്യമായും ഉപയോഗിക്കുന്നു. ബീറ്റാ കരോട്ടിൻ, ലൈക്കോപ്പിൻ എന്നിവയുടെ ഉയർന്ന ഉള്ളടക്കം കാരണം പഴത്തിൻ്റെ വിത്തിനെ പൊതിഞ്ഞിരിക്കുന്ന ചുവന്ന അരിലുകളിൽ നിന്നുള്ള സത്ത് ഭക്ഷണ സപ്ലിമെൻറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എസ്തെറ്റിക് മേഖലയിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ ഒക്കെ ഗാക്ക് ഫ്രൂട്ട് ഇടം നേടിക്കഴിഞ്ഞു. വളർച്ചയുടെ ഘട്ടത്തിൽ മൂപ്പനുസരിച്ച് 5 നിറങ്ങളിൽ കാണപ്പെടുന്ന ഈ പഴം സൗന്ദര്യം കൊണ്ടും പോഷക സമ്പന്നത കൊണ്ടും നമ്മളെ അതിശയിപ്പിക്കുന്നു. ഇളം പ്രായത്തിൽ പച്ച നിറത്തിലും, അത് കഴിഞ്ഞ് ലൈമിൻ്റെ മഞ്ഞ നിറത്തിലും, അത് കഴിഞ്ഞ് ഡാർക്ക് യെല്ലോ കളറിലും, പിന്നെ ഓറഞ്ച് കളറിലും, അവസാനം പാകമായ പഴം റെഡ് കളറിലും കാണപ്പെടുന്നു. പോഷകങ്ങളുടെ കലവറയായ ഈ പഴത്തെ സൂപ്പർ ഫ്രൂട്ട് അഥവാ സ്വർഗത്തിലെ ഫലം എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഇവൻ ഭീകരനാകുന്നത്? ആവശ്യത്തിന് ജലവും പരിചരണവും ലഭിച്ചാൽ ഇവൻ ആർത്ത് വളർന്ന് അടുത്തുള്ള സസ്യങ്ങളുടെ എല്ലാം തലപ്പ് നശിപ്പിക്കുക എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു വളർത്തിയാൽ ഇവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഗാക്ക് പഴത്തിൽ നിന്നുള്ള ജ്യൂസിൻ്റെയും ഷെയ്ക്കിൻ്റെയും ഫ്രൂട്ട് സലാഡിൻ്റെയും ഒക്കെ റെസിപ്പിയുമായി ഞാൻ വീണ്ടും അടുത്ത വീഡിയോകളിൽ വരാം കേട്ടോ. ഇഷ്ടമായി എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.